കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ പരസ്പര കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന ചീത്ത സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞ ഒന്നാണ് മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ അന്വേഷിക്കലും അവരുടെ കുറവുകളും ന്യൂനതകളും സമൂഹത്തിന് മുമ്പിൽ പരസ്യമാക്കുകയും ചെയ്യുക എന്നത്. മനുഷ്യരെന്ന നിലക്ക് ഓരോരുത്തർക്കും അവരുടേതായ സ്വകാര്യതകളുണ്ടാവും. അത്തരം പ്രൈവസികളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്തുതന്നെയായിരുന്നാലും മനുഷ്യരുടെ രഹസ്യങ്ങളെ, സ്വകാര്യതകളെ രഹസ്യമായി പിന്തുടരുന്നതും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമാക്കുന്നതും ജനങ്ങൾക്കിടയിൽ മനുഷ്യരെ വഷളാക്കുന്നതുമെല്ലാം ഇസ്ലാം അതിൻ്റെ അനുയായികളെ അനുവദിച്ചിട്ടില്ലാത്ത, നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം, ആധുനിക സാങ്കേതിക വിദ്യകൾ പുരോഗതി പ്രാപിച്ച് ഈ പുതിയ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള പ്രവണതകൾ കൂടി വരികയോ അതൊരു ഹരമായി കൊണ്ടു നടക്കുകയോ ചെയ്യുന്നുണ്ട് എന്നതൊരു സത്യമാണ്. വിശുദ്ധ ഖുർആനിൽ രഹസ്യം എന്ന അർത്ഥത്തിലുള്ള സിറ് എന്ന വാക്ക്, പദം, അത് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ 32 തവണ പ്രയോഗിച്ചിട്ടുണ്ട്. 32 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ സിറ് എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുള്ള ഭൂരിഭാഗം ആയത്തുകളിലും പരസ്യമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി എന്നതിൻ്റെ വിപരീതമായിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പ്രകടമാക്കാതിരിക്കുക, ഗോപ്യമാക്കുക എന്നീ അർത്ഥങ്ങളിലും ഈ സിറ് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രഹസ്യമെന്നാൽ പരസ്യമാകാത്തത്, പരസ്യമാക്കാൻ പാടില്ലാത്തത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അന്യരുടെ സ്വകാര്യതകളിലേക്ക്, അന്യരുടെ രഹസ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകളിലേക്ക് എത്തി നോക്കുകയും അത് മുഴുവൻ നാട്ടുകാർക്ക് മുമ്പിൽ അതങ്ങനെ പാട്ടായി പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഇസ്ലാം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും. അദ്ദേഹം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യമായി ഒരു മനുഷ്യൻ്റെ കൈ മുറിച്ച രംഗം ഞാൻ ഓർക്കുകയാണ്. എന്തിന്? മോഷ്ടിച്ചതിൻ്റെ പേരിൽ. മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ കൈ ആദ്യമായി റസൂൽ മുറിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലൊരു മോഷ്ടാവിനെ കൊണ്ടുവന്നു, അയാളുടെ കൈ വെട്ടാൻ വേണ്ടി നബി നിർദ്ദേശിച്ചു. അത് നിർദ്ദേശിച്ച സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം അത് വേദന കാരണം, ദുഃഖം കാരണം വെണ്ണീർ പുരണ്ടതുപോലെ നിറം മാറിയിരുന്നു എന്നാണ് ഹദീസിൽ പറയുന്നത്. ഒരു മോഷ്ടാവിനെ കൊണ്ടുവന്നു, ഇസ്ലാമികമായ ശിക്ഷ അയാളുടെ കൈവെട്ടലാണ്, അത് നടപ്പിലാക്കാൻ വേണ്ടി റസൂൽ നിർദ്ദേശിച്ചു. പക്ഷെ ആ സമയം അതീവ ദുഃഖം കാരണം നബിയുടെ മുഖമാകപ്പാടെ വെണ്ണീർ പുരണ്ടതുപോലെ നിറം മാറിയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, റസൂലേ, അയാളുടെ കൈവെട്ടുന്നത് താങ്കൾ വെറുക്കുന്നത് പോലെയുണ്ടല്ലോ താങ്കളെ കാണുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അതെ, ഞാൻ എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെടുക? നിങ്ങൾ നിങ്ങളുടെ സഹോദരനെതിരിൽ പിശാചിനെ സഹായിക്കരുത് എന്ന് പറഞ്ഞാൽ, ഒരു കുറ്റം ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്തവനെ, കുറ്റം ചെയ്തവനെ പിടിച്ചു കൊണ്ടുവന്നാൽ അവനെ ശിക്ഷിക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ കടമയാണ്, വേറെ നിർവാഹമൊന്നുമില്ല. അതേസമയം മറ്റുള്ളവരുടെ തെറ്റുകൾ അതിങ്ങനെ കണ്ടെത്തി അന്വേഷിച്ച് അതിങ്ങനെ പരസ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നത് നല്ലൊരു ഏർപ്പാടല്ല
അത് ചെയ്യാൻ പാടില്ല എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ച് ഉപദേശിച്ചതായിട്ട് കാണാൻ കഴിയും. മറ്റൊരിക്കൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഒരു മദ്യപാനെ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നിട്ട് പിടിച്ചുകൊണ്ടുവന്നവർ പറഞ്ഞു, ഇയാൾ മദ്യപിച്ചിട്ടുണ്ട്, ശിക്ഷ നടപ്പിലാക്കണം. ശരി, അങ്ങനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് അങ്ങനെ അയാൾക്കുള്ള ശിക്ഷ നടപ്പിലാക്കി. ശേഷം അയാൾ തെറ്റ് കണ്ടുപിടിച്ച് അത് കൊണ്ടുവന്ന് പരസ്യമാക്കിയവനോട് പറഞ്ഞത്, നീ അയാളുടെ കാര്യത്തിൽ മര്യാദ കാണിച്ചില്ല, അവൻ്റെ തെറ്റുകൾ മറച്ചു വച്ചതുമില്ല, നീ ചെയ്തതിന് വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട, അവൻ്റെ ഒരു തെറ്റ് നീ കണ്ടാൽ അത് രഹസ്യമായി ഉപദേശിച്ച് നന്നാക്കാനാണ് നീ ശ്രമിക്കേണ്ടത്. അതല്ലാതെ അതിങ്ങനെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് അത്തരമൊരു ഏർപ്പാടല്ലായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. അയാളുടെ കാര്യത്തിൽ നീ മര്യാദ കാണിച്ചില്ല, അവൻ്റെ തെറ്റ് നീ മറച്ചു വെച്ചതുമില്ല എന്ന് ഇദ്ദേഹത്തെ ഉപദേശിച്ചതായിട്ട് കാണാൻ കഴിയും. അഥവാ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ട്. ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്താനോ കരുതിക്കൂട്ടി ആളുകൾക്ക് മുമ്പിൽ അതെടുത്തു പറഞ്ഞ് വഷളാക്കാനോ ദീൻ ഒരാളെയും അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ആളുകളുടെ രഹസ്യങ്ങൾക്ക് പിന്നിൽ കൂടി പാത്തും പതുങ്ങിയും അത് കണ്ടുപിടിക്കാൻ, അത് പരസ്യപ്പെടുത്താൻ, അത് വഷളാക്കാൻ ഇതിനൊക്കെ ആർക്കും കഴിയും. അത് വലിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ ആർക്കും കഴിയുന്ന കാര്യമാണ്. അതത്ര വലിയ കാര്യമോ അല്ലെങ്കിൽ വലിയ പുണ്യകർമ്മമോ ആയിട്ടൊന്നും ഇസ്ലാം അതിനെ കണക്കാക്കുന്നില്ല. അതേസമയം തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ തെറ്റുകളുടെ വഴിയിൽ നിന്ന് അവരെ രഹസ്യമായി ഉപദേശിച്ച് കണ്ടെത്തി പിന്തിരിപ്പിക്കാനും നന്മയുടെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താനുമാണ് സത്യവിശ്വാസികളായ ആളുകൾ ശ്രമിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു ഹദീസിൽ കാണാം, ഇന്നക ഇനിത്തബഅത ഔറാത്തിന്നാസ് അഫ്സദതഹു. അങ്ങനെ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും രഹസ്യം അന്വേഷിക്കാനും അവർ ചെയ്ത തിന്മകളൊക്കെ ആളുകൾക്ക് മുമ്പിൽ ഇങ്ങനെ പരസ്യമാക്കാനും നീ ശ്രമിച്ചാൽ അഫ്സദതഹും, നീ അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുക. നീ അവരെ നശിപ്പിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. കാരണം ഒരു മനുഷ്യന്റെ തെറ്റ് നമ്മൾ പുറം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവന് തെറ്റ് സംഭവിച്ചു പോയതായിരിക്കാം. ആ മനുഷ്യൻ സമൂഹത്തിൽ പ്രത്യക്ഷമായി തെറ്റ് ചെയ്യാത്തവനായിരിക്കും, നല്ല മനുഷ്യനായിരിക്കും, നല്ല പേഴ്സണാലിറ്റി ഉള്ളവനായിരിക്കും. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അവന് സംഭവിച്ചൊരു തെറ്റ് നിങ്ങൾ സമൂഹത്തോട്, നാട്ടുകാരോട് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ അവൻ അങ്ങനെയൊരു തെറ്റ് ചെയ്തവനായിട്ടാണ് പിന്നെ അറിയപ്പെടുന്നത്. അതവൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന ഒരു കാര്യമാണ്. മനഃശാസ്ത്രം അനുസരിച്ച് ഒരു മനുഷ്യൻ കുറ്റവാളിയായി പുറത്തറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ വലിയ വലിയ കുറ്റവാളിയായിട്ട് മാറുന്നതാണ്. അങ്ങനെ തന്നെയാണല്ലോ. ഞാൻ ആളുകൾക്ക് മുമ്പിൽ തെറ്റുകളൊന്നും ചെയ്യാത്ത, ആളുകൾക്ക് നല്ല ഇമേജ് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു, ഒരു തെറ്റ് സംഭവിച്ചു, അതെങ്ങനെയോ ഒരാൾ അറിഞ്ഞു. ആ അറിഞ്ഞ തെറ്റയാൾ മറച്ചു വെക്കാതെ എന്നെക്കുറിച്ച് അങ്ങനെ നാട്ടിൽ മുഴുവൻ പറഞ്ഞു നടന്നാൽ പിന്നെ നാട്ടുകാർക്ക് മുമ്പിൽ ഞാൻ ആ തെറ്റ് ചെയ്തവനായിട്ടാണ് ആളുകളുടെ മുമ്പിൽ അറിയപ്പെടുക. മനഃശാസ്ത്രം പറയുന്നത് ഒരു കുറ്റവാളി, ഒരു തെറ്റ് ചെയ്ത മനുഷ്യൻ തെറ്റുകാരനാണ് എന്ന് സമൂഹത്തിനു മുമ്പിൽ അറിയപ്പെട്ടാൽ അവൻ പിന്നെ വീണ്ടും വീണ്ടും തെറ്റുകൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി കൂടുതൽ തെറ്റുകാരനായിട്ട് മാറുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന്റെ രഹസ്യങ്ങളും തെറ്റുകളൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളത് പുറത്തറിയിച്ചാൽ നിങ്ങൾ അവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അവനെ കൂടുതൽ കൂടുതൽ തെറ്റു ചെയ്യാൻ നിങ്ങൾ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ അടിസ്ഥാനത്തിലാണ്. മഹാനായ ഇമാം മുജാഹിദ് പറഞ്ഞത്, നിങ്ങൾ പുറത്തുള്ളത് എടുക്കുക, അള്ളാഹ് മറച്ചു വെച്ചത് ഉപേക്ഷിക്കുക. ആളുകളെ പുറമെ കാണും എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ കാണണം. അള്ളാഹ് മറച്ചു വെച്ചത് നിങ്ങളായിട്ടത് ഇങ്ങനെ തുറന്നെടുക്കാൻ നിൽക്കണ്ട എന്നാണ് പറയുന്നത്. അഥവാ ഭൂമി ലോകത്ത് ചില രഹസ്യങ്ങൾ
രഹസ്യമാകണമെന്ന് അള്ളാഹ് തീരുമാനിച്ചതാണ്. ചില രഹസ്യങ്ങൾ അത് രഹസ്യമായിട്ട് തന്നെ നിൽക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചതാണ്. പിന്നെ നിങ്ങളായിട്ടത് പ്രത്യേകമായ നിങ്ങളുടെ അന്വേഷണത്തിലൂടെയും മറ്റും നിങ്ങളതിനെ ചികഞ്ഞ് പുറത്തെടുക്കണ്ട, അതങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഈ പറയുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ വിശ്വാസിയായ ഒരു സഹോദരനെ കുറിച്ച് നല്ലതല്ലാത്ത വല്ലതും കേട്ടാൽ ഉടനെ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടി പിടിക്കല്ല വേണ്ടത്. പിന്നെ ഇല്ല, അവരങ്ങനെ ചെയ്യില്ല എന്ന് പോസിറ്റീവായി ചിന്തിക്കാനാണ് ഒരു വിശ്വാസി ശ്രമിക്കേണ്ടത് എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൂചിപ്പിക്കുകയാണ്. ഇതെന്തിനാ പറയണമെന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആധുനിക സംവിധാനങ്ങൾ വികസിച്ച ഈ കാലത്ത് ഇത്തരം വിഷയങ്ങളിലൊന്നും നമുക്കൊരു സൂക്ഷ്മതയില്ല. ആരെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് അത് സത്യമാണോ അസത്യമാണോ കെട്ടുകഥയാണോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പേ, നീ ചിന്തിച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അതിനു മുമ്പേ കിട്ടുന്നതൊക്കെയും അപ്പുറത്തേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക എന്നൊരു മനസ്സ് നമുക്ക് കൂടി വന്നുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളും കുറവുകളും പരസ്യപ്പെടുത്തലല്ല, മറ്റുള്ളവരുടെ പരസ്യങ്ങളെപ്പോലും രഹസ്യമാക്കി വയ്ക്കുക എന്നതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സതറ ഔറതൻ ഫകഅന്നമ ഇസ്തഹയാ മൗഊദതൻ ഫീ ഖബരിഹാ. ഒരു മനുഷ്യന്റെ രഹസ്യം നിങ്ങൾ മറച്ചു വച്ചാൽ കുഴിച്ചു മൂടാൻ പോകുന്ന പെൺകുട്ടിയെ ജീവിപ്പിച്ചതിന് തുല്യമാണത് എന്നാണ് പറയുന്നത്. ഒരാളുടെ രഹസ്യം നിങ്ങൾക്കറിയാം, ഒരാളൊരു തെറ്റ് ചെയ്തത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കേ അറിയൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ മുഴുവൻ പാട്ടാക്കാം, ഒക്കെ ചെയ്യും. എന്നാൽ നിങ്ങളത് മനസ്സിൽ വെച്ച് രഹസ്യമായി അങ്ങനെ ആരോടും പറയാതെ മറച്ചു വെച്ചാൽ കുഴിച്ചു മൂടപ്പെട്ടൊരു പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തതിന് തുല്യമാണ് എന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നാളെ മഹ്ശറാ ലോകത്ത് എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. മനുഷ്യർ ചെയ്ത തിന്മകളൊക്കെയും അല്ലാഹു പുറത്തു കൊടുക്കും, ഒരു വിഭാഗത്തിനൊഴികെ. ആർക്കാ? മനുഷ്യരുടെ രഹസ്യങ്ങൾ പരസ്യമായി പറഞ്ഞു നടന്ന ആളുകൾക്കൊഴികെ. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അത് നാട്ടുകാർക്കിടയിലും അയൽവാസികൾക്കിടയിലും സ്ഥാപനത്തിലും ഓഫീസിലും ജോലിസ്ഥലത്തും എവിടെയൊക്കെ പറ്റുമോ അവിടെയൊക്കെ, ഈ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അവിടെ, മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ രഹസ്യമാക്കി വെക്കാതെ അത് മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞു നടന്ന ആളുകൾക്ക് അല്ലാഹു ഒന്നും തന്നെ പുറത്തു കൊടുക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ സൂചിപ്പിച്ചത്, യാ മഅ്ശറ മൻ ആമന ബിലിസാനി വലം യദ്ഖുലിൽ ഈമാന ഖൽബുഹു. ഹൃദയത്തിലേക്ക് ഈമാൻ ചെന്നിട്ടില്ലാത്ത, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാം. ഹൃദയത്തിനകത്തേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ലാത്ത, നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ലാ തഖ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഗീബത്ത് പറഞ്ഞ് നടക്കരുത്. വലാ തത്തബി ഔറാത്തിഹിം, അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ പിന്തുടരാനും പാടില്ല. വിശ്വാസികളുടെ രഹസ്യങ്ങളെ പിന്തുടരാനും അന്വേഷിക്കാനും പാടില്ല. ഫഇന്നഹു മൻ തതബ്ബഅ ഔറത അഖീഹിൽ മുസ്ലിം, ഒരാൾ അവൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ രഹസ്യങ്ങളെ പിന്തുടർന്നാൽ തതബ്ബഅ അല്ലാഹു ഔറതഹു, അവൻ്റെ രഹസ്യങ്ങൾ അള്ളയും പിന്തുടരുന്ന. നിങ്ങൾ ഒരാളെ രഹസ്യം ഇങ്ങനെ പിന്തുടർന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നമുക്കുണ്ടാകുമല്ലോ രഹസ്യങ്ങൾ, മനുഷ്യരാണ്, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെയും അള്ളാഹു ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. എന്നിട്ടോ യഫ്ളഹു വലൗ ഫി ജൗഫി ബൈതിഹി, വല്ലാത്തൊരു വർത്താനാണ്. നിങ്ങളെ വീടിൻ്റെ അകത്താണെങ്കിൽ പോലും അള്ളാഹു നിങ്ങളെ വശലാക്കുന്നതാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പല ആളുകളെയും കുറിച്ച്, അല്ലേ? ചില ആളുകൾക്ക് അത് രസമാണത്.
മറ്റുള്ളവരെ പിന്നിൽ ഇങ്ങനെ നടക്കുക, അവരുടെ രഹസ്യങ്ങൾ ഇങ്ങനെ ചുരുന്നന്വേഷിക്കുക, അവരുടെ രഹസ്യങ്ങളിലേക്ക് എത്തി നോക്കുക, എന്നിട്ട് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ നോക്കി നടക്കുക, അതിങ്ങനെ നാട്ടുകാരോട് പാടി നടക്കുക. ഇത് ചില ആളുകളൊരു ഹോബിയാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മൾ കണ്ട് പത്രമാധ്യമങ്ങളിലൂടെ. അങ്ങനെ അതൊരു രസമായി കൊണ്ട് നടന്ന പല ആളുകളും വീട്ടിനകത്ത് വെച്ച് തന്നെ വഷളായ രംഗങ്ങൾ നമ്മൾ എത്രയോ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നിങ്ങളൊരു വിശ്വാസിയും ഒരു വിശ്വാസിയുടെയും രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് നടക്കാൻ പാടില്ല. അത് ഫോളോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ രഹസ്യങ്ങൾ അള്ളയും ഫോളോ ചെയ്യും. എന്നിട്ടോ നിങ്ങളെ വഷളാക്കും. എവിടെ? ജനമധ്യത്തിൽ മാത്രമല്ല, നിങ്ങൾ വീട്ടിനകത്ത് വാതിലടച്ചിരിക്കുകയാണെങ്കിലും അവിടെ പോലും പടച്ചോ നിങ്ങളെ വഷളാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നാളെ പരലോകത്തൊരവസ്ഥ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. എവിടെ? കുടുംബത്തിലല്ല, നാട്ടിലല്ല, മഹ്ശറാ ലോകത്ത് ജനകോടികൾ നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന മഹ്ശറാ ലോകത്തുള്ള അവസ്ഥ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അങ്ങനെ ജനകോടികൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മഹ്ശറയിൽ എല്ലാവരും ഉണ്ട്. അവിടെ കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, മക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, ജോലി ചെയ്യുന്നിടത്ത് കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. ആ ചിത്രം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിയാൽ ഇങ്ങനെ എല്ലാവരും മഹ്ശറാ ലോകത്ത് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ വിളിച്ചിട്ട് അവരുടെ ദുനിയാവിലെ ചില രഹസ്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്ന. ദുനിയാവിൽ പകൽമാന്യന്മാരായിരുന്നു, രഹസ്യമായി അവർ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്, പല വൃത്തികേടുകളും അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല രഹസ്യങ്ങളും അള്ളാഹു ആ പരലോകത്ത് അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അവരെ വഷളാക്കുമെന്നാണ് ഒരു ഹദീസിലുള്ളത്. ചില ആളുകളെ അവർ ചെയ്ത തെറ്റിൻ്റെ പേരെഴുതിയ ഒരു കൊടി ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ്, ഹദീസിലുള്ളതാണത്. ചില ആളുകളിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്, അവൻ്റെ കയ്യിൽ അതൊരു കൊടി പിടിപ്പിക്കും. എന്താ കൊടിയിൽ എഴുതിയിട്ടുണ്ടാകുക? ഇവൻ ദുനിയാവിൽ വെച്ചിട്ട് ഇന്ന ഇന്ന തെറ്റുകളൊക്കെ ചെയ്യുന്നവനായിരുന്നു, ആളുകൾ മുമ്പിലൊക്കെ ഡീസൻ്റ് ആയിരുന്നു. പക്ഷെ ദുനിയാവിൽ വെച്ചിട്ട് ഉമ്മ കാണാതെ, ഉപ്പ കാണാതെ, മാതാപിതാക്കൾ അറിയാതെ, സഹപ്രവർത്തകർ അറിയാതെ, ഭാര്യ അറിയാതെ, കുടുംബക്കാരറിയാതെ, ആരോരും അറിയാതെ രഹസ്യമായി ഇതാ ഇന്ന ഇന്ന തെറ്റുകളൊക്കെ ചെയ്തവരായിരുന്നു ഇവൻ എന്നെഴുതിയ ഒരു കൊടി ഇങ്ങനെ മഹ്ശറിൽ ചില ആളുകളെ കൊണ്ടല്ല പിടിപ്പിക്കുന്നതാണ്. അപ്പം അറിയും നാട്ടുകാരും വീട്ടുകാരും അയൽവാസികളൊക്കെ ഇതായിരുന്നു ഇവൻ്റെ തനി നിറം ഭൂമി ലോകത്ത് വെച്ചിട്ട് എന്ന്. പക്ഷേ അങ്ങനെ തിന്മകൾ ചെയ്ത കൊടി പിടിപ്പിക്കുന്ന ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യരുടെ മുമ്പിൽ വെച്ച് അള്ള വഷളാക്കുന്ന സമയത്ത് ചില ആളുകൾ അള്ള വഷളാക്കൂല എന്നാണ്. ചില ആളുകൾ അള്ള വഷളാക്കൂല. അവരല്ലങ്ങനെ രഹസ്യമായി വിളിച്ച് അതൊക്കെ ബോധ്യപ്പെടുത്തി പുറത്തു കൊടുക്കുന്നതാണ്. അതങ്ങനെ വിളിക്കും. എന്നിട്ട് അള്ള പറയുമത്രേ, ഇന്ന ഇന്ന തെറ്റുകളൊക്കെ നീ ചെയ്തിട്ടില്ലേ, ഇന്നാലിന്ന തെറ്റുകളൊക്കെ രഹസ്യമായിട്ട് ദുനിയാവിൽ വെച്ച് നീ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഈ മനുഷ്യൻ കരുതോത്ര കുടുങ്ങിപ്പോയല്ലോ, പടച്ചോനെ കുടുങ്ങിപ്പോയൻ, പിടിക്കപ്പെട്ടു എന്നിങ്ങനെ വിചാരിച്ചവനെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന സമയം അള്ളവനോട് പറയാണ്, പക്ഷെ ഞാൻ നിനക്കൊക്കെ പുറത്തു തന്നിരിക്കുക. എടാ, ദുനിയാവിൽ നീ രഹസ്യമായി ചെയ്ത നിന്റെ തെറ്റുകളൊക്കെ ഞാൻ പുറത്തു തന്നു. അത് ഇവിടെ വെച്ച് നിന്നെ വഷളാക്കാനും ഉദ്ദേശിക്കുന്നില്ല. രണ്ട് കാര്യം. ഒന്ന്, നിന്റെ തെറ്റുകൾ ഇവിടെ പുറത്തെടുത്തിട്ടിട്ട് അതാ പലരെയും അവിടെ കൊടി പിടിച്ച് നിർത്തിയ പോലെ ഈ ആളുകൾക്കും നിന്നെ വഷളാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, നിന്റെ തെറ്റുകളൊക്കെ ഞാൻ പുറത്തു തരുകയും ചെയ്തു. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? ദുനിയാവിൽ വെച്ച് നിനക്ക് പലരുടെയും രഹസ്യങ്ങൾ അറിയാമായിരുന്നു. നാട്ടിലെറിഞ്ഞാൽ പൊട്ടിത്തെറി ഉണ്ടാകുന്ന രൂപത്തിലുള്ള ആ പല മനുഷ്യരുടെയും ജീവിതം തന്നെ, കുടുംബം തന്നെ തകരുന്ന രൂപത്തിലുള്ള പല രഹസ്യങ്ങളും നിനക്ക് പലരെക്കുറിച്ചും അറിയാമായിരുന്നു. പക്ഷേ അതൊന്നും ആരോടും പറയാതെ, ആരോടും പങ്കുവെക്കാതെ, എവിടെയും ഷെയർ ചെയ്യാതെ നീ നിന്റെ അകത്തതങ്ങനെ സൂക്ഷിച്ചു വെച്ചു, മറച്ചു വെച്ചു. ദുനിയാവിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ മറച്ചു വെച്ചു എന്നൊരു കാരണം കൊണ്ട് ഇന്ന് നിന്റെയും തെറ്റുകുറ്റങ്ങൾ ഞാൻ നിനക്ക് മറച്ചു വെക്കുന്നു, പക്ഷെ ബോധ്യപ്പെടുത്തി ഞാൻ നിനക്ക് പുറത്തു തരികയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. പ്രിയമുള്ളവരെ, ഈ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ആദ്യ അവസാനം എടുക്കേണ്ട തീരുമാനം അതുതന്നെയാണ്. ആരോ എന്തോ ആയിക്കോട്ടെ, മറ്റുള്ളവരെക്കുറിച്ച് എന്തോ അറിയാതിരിക്കുകയോ ചെയ്തോട്ടെ, അത് ഞാൻ എവിടെയും അത് പറയാനും അത് പരസ്യമാക്കാനും പോകുന്നില്ല
എന്ന് തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. സമാന ആശയമുള്ള ഒരുപാട് ഹദീസുകൾ കാണാം. വമൻ സതറ മുസ്ലിമൻ, ഒരാൾ ഒരു മുസ്ലിമിൻ്റെ രഹസ്യങ്ങളെ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ രഹസ്യങ്ങളും അല്ലാഹു മറച്ചു വെക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, മൻ അലിമ മിൻ അഖീഹി സയ്യഅതൻ, ഒരാൾ തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് ഒരു മോശമായൊരു കാര്യം അവനറിയാം, തൻ്റെ സുഹൃത്ത് ചെയ്തൊരു വേണ്ടാത്തൊരു പ്രവൃത്തിയെക്കുറിച്ച് ഒരാൾക്കറിയാം, പക്ഷെ ഫസത്തറഹ, അവനതിനെ മറച്ചു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അവൻ്റെ രഹസ്യങ്ങളും അല്ലാഹു മറച്ചു വെക്കും. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ആരെ പറ്റിയും എന്നോട് മോശം പറയരുത്, നിങ്ങൾ ഒരാളെക്കുറിച്ചും എൻ്റെ മുമ്പിൽ മോശമായി പറയരുത്, മുൻധാരണ ഉണ്ടാക്കി തരരുത്. കാരണം എന്താ? എൻ്റെ മുമ്പിൽ എല്ലാവരും മാന്യന്മാരാണ്. എൻ്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും മാന്യതയിലാണ് വരുന്നത്. ആ മാന്യതയിലാണ് ഞാൻ അവരെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരെക്കുറിച്ചും എന്നോട് മോശമായിട്ട് പറയുകയരുത്, അവരെക്കുറിച്ചൊരു മുൻധാരണ ഉണ്ടാക്കി തരരുത്, നെഗറ്റീവായ വർത്തമാനം എന്നോട് ആരെക്കുറിച്ചും പറയരുത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നത് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത് വലിയ കാര്യമാണത്. അതുകൊണ്ടാണ് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞത്, തൻ്റെ കൈവശമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സൂക്ഷിക്കുന്നവനേക്കാൾ കഴിവുള്ളവൻ തൻ്റെ നെഞ്ചകത്തുള്ള രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവനാണെന്നാൽ. പണം സൂക്ഷിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് വഴികളുണ്ട് അല്ലേ? സമ്പാദിച്ചുണ്ടാക്കിയ പണവും സ്വത്തും സൂക്ഷിക്കാൻ ഒരുപാട് വഴികൾ ലോകത്തുണ്ട്. അങ്ങനെ പണം സൂക്ഷിക്കുന്നവനല്ല കഴിവുള്ളവൻ. പിന്നെ ആരാ? തൻ്റെ ഹൃദയത്തിനകത്ത്, നെഞ്ചിനകത്തുള്ളൊരു രഹസ്യം, അതിനെ രഹസ്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ്, അത് വല്ലാത്തൊരു കഴിവാണ്. അവരാണ് കഴിവുള്ളവർ എന്ന് മഹാന്മാരെ ഉലമാക്കളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊന്നും വളരെ ഗൗരവത്തിൽ എടുക്കാത്തത് കൊണ്ടോ അതിനെ ലാഘവത്തോടെ കാണുന്നത് കൊണ്ടോ ആണ് പ്രിയമുള്ളവരെ സമൂഹത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെട്ടത് മൂലം എത്രയെത്ര വിവാഹ ജീവിതങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്, എത്രയെത്ര ആത്മമിത്രങ്ങളാണ് ശത്രുക്കളായി മാറിയിട്ടുള്ളത്, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് സമൂഹത്തിലുണ്ടായിട്ടുള്ളത്, എത്ര പേരുടെ അഭിമാനമാണ് നഷ്ടപ്പെട്ടു പോയത്, എത്രയെത്ര കുടുംബ ജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങളില്ലേ നമ്മുടെ സമൂഹത്തിൽ. എന്തുകൊണ്ട്? ഏതോ ഒരു മനുഷ്യനെക്കുറിച്ച് ഏതോ ഒരു വ്യക്തിക്കറിയാവുന്ന ഒരു രഹസ്യം അത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ മറച്ചു വെക്കാതെ അവനതങ്ങനെ ഒരാളോട് പറഞ്ഞു, അത് അയാളോട് പറഞ്ഞു, അത് അപ്പുറത്ത് പറഞ്ഞു, അതങ്ങനെ നാട്ടിൽ മുഴുവൻ പാട്ടായി. അവസാനം ഒരു കുടുംബത്തിന് പുറത്തിറങ്ങിയിറങ്ങാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ആത്മഹത്യ ചെയ്ത അനുഭവങ്ങൾ വരെയില്ലേ? കുടുംബസമേതം ഒരു ആത്മഹത്യ ചെയ്തൊരു കുടുംബം എഴുതി വെച്ചത് എന്താ? ഞങ്ങളെ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാണ്. ഞങ്ങളെ കേൾക്കാൻ, ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്നാണ്. എന്തേ? പറഞ്ഞു നടക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയാനും കേൾക്കാനും ഒരാളും ഉണ്ടായിരുന്നില്ല. ഒരു കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്ത അനുഭവം ഉണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത്. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, സൂക്ഷിക്കേണ്ടുന്ന രഹസ്യങ്ങളെ അനാവശ്യമായി പരസ്യപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യങ്ങൾ പരസ്യമാക്കാതെ പരിരക്ഷിക്കുക എന്ന് പറയുന്നത്, സൂക്ഷിക്കുക എന്ന് പറയുന്നത് വിശ്വാസി സഹോദരങ്ങൾക്കിടയിലെ മികച്ച സ്നേഹത്തിൻ്റെയും ചന്തമാർന്ന ബന്ധത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഒരു ശിഷ്യന് ഒരു ഗുരു ഒരു കണ്ണാടി നൽകുന്നുണ്ട്. ഒരു കഥയാണ്. പഠനം പൂർത്തിയാക്കിയൊരു ശിഷ്യന് ഗുരു ഒരു കണ്ണാടി നൽകുന്നുണ്ട്. എന്താ കണ്ണാടിൻ്റെ പ്രത്യേകത എന്നറിയോ? അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആരുടെയും മനസ്സിലെ ചിന്തകൾ അറിയാൻ പറ്റുന്നതാണ്. പരലോകത്തെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്തകളെപ്പോലും അവിടെ കൊണ്ടുവരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആ കണ്ണാടിൻ്റെ പ്രത്യേകത ഇങ്ങനെ വെച്ച് നോക്കിയാൽ മറ്റുള്ളവൻ്റെ മനസ്സിലെ ചിന്തകളും രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കിട്ടിയ ഉടനെ ശിഷ്യൻ എന്താ ചെയ്തറിയോ? ആദ്യം ഗുരുവിൻ്റെ നേർക്കനെ വെച്ച് നോക്കി. അപ്പോൾ അത് ആ ഗുരുവിൻ്റെ മനസ്സിലുള്ള അഹങ്കാരവും ആസക്തിയും കൊണ്ട് അവൻ നെട്ടി. അവനങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. കാണുന്നവരുടെയൊക്കെ ഇങ്ങനെ കണ്ണാടി വെച്ച് അങ്ങനെ നോക്കാം. അങ്ങനെ കാണുന്ന മനുഷ്യരുടെയൊക്കെ മനസ്സിലെ രഹസ്യങ്ങളൊക്കെ അവനങ്ങനെ നോക്കാൻ തുടങ്ങി. വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അമ്മൻ്റെയും നേർക്കത് നീട്ടിയെന്നാണ്. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലെ ചിന്താഗതികളും കുശുമ്പതൊക്കെ അവൻ കാണുകയാണ്. അവസാനം അവൻ ആ കണ്ണാടി കൊണ്ട് തിരിച്ച് തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാൻ, ഗുരു,
വല്ലാത്തൊരവസ്ഥയാണ്. എന്താണ് ലോകം ഇങ്ങനെ? ഒരാളിൽ പോലും ഒരു നന്മ ഞാൻ കാണുന്നില്ലല്ലോ, എല്ലാവരിലും തെറ്റുകളാണ്, വൃത്തികെട്ട മനസ്സുകളാണ്, എന്താ ഇങ്ങനെ എന്ന് ഗുരുവിനോട് തിരിച്ചു ചോദിച്ചപ്പോൾ ഗുരു ആ കണ്ണാടി ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിയിട്ട് അത് അവൻ്റെ നേർക്ക് തന്നെ, ശിഷ്യൻ്റെ നേർക്ക് തന്നെ തിരിച്ചു കാണിച്ചു കൊടുത്തിട്ട് അവൻ്റെ മനസ്സിലുള്ള അസൂയയും അവിടെയുള്ള കുറേ രഹസ്യങ്ങൾ അവന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഗുരു ആ ശിഷ്യനോട് പറഞ്ഞത്, ഈ കണ്ണാടി നിനക്ക് ഞാൻ നൽകിയത് ഇത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ല, ഇതിലേക്ക് നോക്കി നിന്റെ സ്വന്തം തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്താനും അത് തിരുത്താനുമാണ്. പക്ഷെ നീ എന്തിനത് ഉപയോഗിച്ചു? അത് മറ്റുള്ളവരിലേക്ക് തിരിച്ചു വെക്കാനും മറ്റുള്ളവരുടെ തിന്മകൾ കാണാനും രഹസ്യങ്ങൾ കാണാനും നീ അതിന് ചെലവഴിച്ചു, ഉപയോഗപ്പെടുത്തി. നിനക്ക് ആ നൽകിയത് നിന്നിലേക്ക് തിരിച്ചു വെച്ച് നിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി തിരുത്താൻ വേണ്ടിയിട്ടാണെന്നാണ്. ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനുള്ള തിരക്കിലും വ്യഗ്രതയിലുമാണ്. ആ തിരക്കിനിടയിൽ, ആ മത്സരത്തിനിടയിൽ സ്വന്തം കുറ്റങ്ങളും കുറവുകളും നമ്മൾ പാടെ മറന്നുപോകുന്നു എന്നതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? മറ്റുള്ളവരുടെ കുറവുകൾ നോക്കുന്നതിന് മുമ്പ് സ്വന്തം കുറവുകളിലേക്ക് നോക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവരുടെ തെറ്റുകളിലേക്കല്ല നോക്കേണ്ടത്, സ്വന്തം തെറ്റുകളും സ്വന്തം കുറവുകളും കണ്ടെത്തി അങ്ങനെ അതിന് പരിഹാരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഹൃദയങ്ങൾ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പ് സ്ഥലങ്ങളാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ്. ചുണ്ടുകൾ എന്ന് പറയുന്നത് അവയുടെ പൂട്ടാണ്, നാവുകൾ എന്നത് താക്കോലാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവൻ്റെ രഹസ്യത്തിൻ്റെ താക്കോൽ സൂക്ഷിക്കണമെന്നാണ്. നാവ് സൂക്ഷിക്കണം എന്നാണ് ആ പറഞ്ഞത്. അത് ഉപയോഗപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരെ നോവിക്കുന്ന, മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും നിലപാടുകളും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത്, താങ്കളുടെ സഹോദരൻ്റെ രഹസ്യത്തെ പരസ്യമാക്കുക എന്നത് അത് വഞ്ചനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തൂബാ ലിമൻ ശഗലഹു ഗൈബഹു അൻ ഗയൂബിൻ നാസ്. സ്വന്തത്തിൻ്റെ ന്യൂനതകളും കുറ്റങ്ങളൊക്കെ ഉള്ളപ്പോൾ അത് നോക്കാൻ ശ്രമിക്കുന്നവർക്ക് ഭാവുകം, സ്വാഗതം എന്നൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്ദലുൻ നാസ്, ജനങ്ങളെ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ്? സ്വന്തം ന്യൂനതകളെ തിരിയുന്നതിൻ്റെ തിരക്കിൽ ജനങ്ങളുടെ ന്യൂനതകളെ അവഗണിച്ചവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ എന്നാണ് ആ പറഞ്ഞത്. കണ്ടോ, സ്വന്തം ന്യൂനതകൾ, സ്വന്തം കുറ്റങ്ങളും കുറവുകളൊക്കെ നോക്കി തിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ തെറ്റും കുറ്റവും നോക്കാൻ സമയം കിട്ടാത്തവൻ, നോക്കാൻ ശ്രമിക്കാത്തവൻ എന്നാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, പലപ്പോഴും ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളെയൊക്കെ അവസ്ഥകൾ എന്താ? സ്വന്തത്തിന് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അത് നോക്കാൻ നമുക്ക് സമയമില്ല. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കാല് തന്നെ ഇല്ലാത്തവൻ ചെറുവരില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളെയൊക്കെ അവസ്ഥ പലപ്പോഴും. നമുക്കൊരുപാട് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്. അത് സ്വന്തത്തിലേക്ക് നോക്കി അത് തിരുത്തുന്നതിന് പകരം മറ്റുള്ളവൻ്റെ രഹസ്യങ്ങൾ നോക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും അത് നാട്ടുകാർക്ക് മുമ്പിൽ ഇട്ടുകയും അവരെ വശമാക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നാളെ പരലോകത്ത് നേരത്തെ പറഞ്ഞ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധം, പേടി നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, നാളെ മഹ്ശറ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളരെ സ്വകാര്യമായി വിളിച്ച് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ബോധ്യപ്പെടുത്തി നമുക്ക് പുറത്തു തരണമെന്നുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ രഹസ്യങ്ങൾ അല്ലാഹു ആരുടെ മുമ്പിലും വഷളാക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് നമ്മൾ തലയിടാതിരിക്കുക. എത്ര തന്നെ വലിയ രഹസ്യങ്ങളാണെങ്കിലും അത് ആരോടും പങ്കുവെക്കാതിരിക്കുക, അതിൽ ആനന്ദം കണ്ടെത്താതിരിക്കുക. മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കുമ്പോൾ അവരും മനുഷ്യരാണെന്നും അവർക്കും അഭിമാനവും അന്തസ്സും കുടുംബവുമൊക്കെ ഉള്ളവരാണെന്നും നമ്മൾ തിരിച്ചറിയുക. എനിക്കെൻ്റെ തന്നെ ധാരാളമുണ്ടെന്നിരിക്കെ മറ്റുള്ളവരിലേക്ക് ഞാൻ എത്തിനോക്കുന്നില്ല, അതിൻ്റെ കൂടി പാപഭാരം ഞാൻ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കില്ലെന്ന് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെയാകുമ്പോൾ നാളെ പരലോകത്ത് നമ്മളെ രഹസ്യമായി പടച്ചറബ് വിളിക്കുകയും നമ്മുടെ പല രഹസ്യങ്ങളും പിഴവുകളും ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തി പുറത്തു തന്ന് സ്വർഗത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും, യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.